ഇന്ത്യക്ക് ആകാശവാണി എന്താണോ അതും അതിൽ അപ്പുറവുമാണ് അമേരിക്കയ്ക്ക് വോയിസ് ഓഫ് അമേരിക്ക. 1942 വോയിസ് ഓഫ് അമേരിക്ക പ്രക്ഷേപണം ആരംഭിച്ചത്. നാസി ജർമ്മനിയുടെ വ്യാജ പ്രചരണങ്ങളെ ചെറുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ആദ്യകാലത്തെ ഉദ്യമം. പക്ഷേ വോയിസ് ഓഫ് അമേരിക്ക ഒരു ലോക മാധ്യമമായി വളർന്നു. നിരവധി രാജ്യങ്ങളിൽ അതിന് ആരാധകരുണ്ടായി. 35 കോടിയൊക്കെ ആളുകളിലേക്ക് അത് എത്തി എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, അനേകം ഭാഷകളിൽ, ഒരു കാലത്ത് മലയാളത്തിൽ വരെ അത് ഉണ്ടായിരുന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുമല്ലോ. പക്ഷേ ട്രംപിൻ്റെ 2ാം വരവോട് കൂടിയിട്ട് വോയിസ് ഓഫ് അമേരിക്കയ്ക്ക് കഷ്ടകാലം ആരംഭിച്ചു. അദ്ദേഹം തൻ്റെ ഇഷ്ടക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നീട് വോയിസ് ഓഫ് അമേരിക്ക ക്ഷയിച്ച് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരെ എത്തി. കഴിഞ്ഞ വർഷം 1300-ലധികം ജീവനക്കാരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. പക്ഷേ ഏറ്റവും പുതിയ വാർത്തയിൽ വോയിസ് ഓഫ് അമേരിക്കയ്ക്ക് വീണ്ടും ശബ്ദം വയ്ക്കുകയാണ്. കോടതി വിധി അനുകൂലമായി വോയിസ് ഓഫ് അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നു. ജീവനക്കാരെ തിരിച്ചെടുക്കാനായിട്ടുള്ള വിധി വന്നിരിക്കുകയാണ്. അമേരിക്ക പ്രതിക്കൂട്ടിലാകുന്ന മറ്റൊരു യുദ്ധ സമയത്താണ് വോയിസ് ഓഫ് അമേരിക്കയ്ക്ക് ശബ്ദം വയ്ക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്.